ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കോവ് ചെയിന്റെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് ചെയ്തത്. നമ്മളിന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ചേർത്തുള്ള ഒരു പുതിയ ഡെഫിനിഷൻ എന്താ നോക്കാം. A homogeneous Markov chain is called regular if there is a finite positive integer n such that p raised n one step transition matrix in the power n has all positive entries. എന്താണ് ഒരു മാർക്കോവ് ചെയിൻ റെഗുലർ ആണെന്ന് പറയണമെങ്കിൽ ആ മാർക്കോവ് ചെയിന്റെ വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റെഗുലർ ആണെങ്കിൽ നമുക്കൊരു ഫൈനൈറ്റ് പോസിറ്റീവ് ഇന്റിജർ n കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു എന്നിന് പിയുടെ പവർ എടുക്കുക, ആ പവർ n എടുക്കുക. ആ പി റേസ് ടു എന്നിലുള്ള എല്ലാ എൻട്രീസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അത് സീറോ വരാൻ പാടില്ല. എല്ലാ പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് വരണം. അങ്ങനെ ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, ഏതെങ്കിലും ഒരു n മതി. ഏതെങ്കിലും ഒരു എന്നിന് പി റേസ് ടു എന്നിലെ എല്ലാ വാല്യൂസും പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ആ മാർക്കോവ് ചെയിൻ നമ്മൾ എന്ത് പറയാം, ഒരു റെഗുലർ മാർക്കോവ് ചെയിൻ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ റെഗുലർ മാർക്കോവ് ചെയിനോട് അസോസിയേറ്റ് ചെയ്ത ഒരു തിയറാണ്. ആ തിയറം എന്താ നോക്കാം. ലെറ്റ് xn n greater than or equal to 0 be a regular homogeneous finite state Markov chain with a transition probability matrix P, then limit n goes to infinity, again 10 to infinity, p raised to n equal to q, where q is a matrix whose rows are identical and equal to the stationary distribution pi, equal to the stationary distribution pi. എന്താണ് ഈ തിയറം പറയുന്നത്? ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ, അതിന്റെ സ്റ്റേറ്റ്സുകൾ ഫൈനൈറ്റ് നമ്പറേ ഉള്ളൂ എന്നായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പി റേസ് ടു n കൺസിഡർ ചെയ്യുക. അതിൽ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ പി റേസ് ടു എന്നിന്റെ പി റേസ് ടു എന്ന് പറയുന്ന മെട്രിക്സ് ഒരു കോൺസ്റ്റന്റ് മെട്രിക്സിലേക്കാണ് അല്ലെങ്കിൽ ടെൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക മെട്രിക്സ് ക്യൂയിലേക്കാണ്. ആ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ആ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു എല്ലാ റോസും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ് ആണ്. എല്ലാ റോവും ഐഡന്റിക്കൽ ആണ്, ഒരേപോലെ. ആ ഓരോ റോയും എന്താണ്
ദ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ പൈ ആയിരിക്കും. ഓക്കെ, നമ്മൾ പൈ എന്ന് പറയുന്ന ഇതിന് തൊട്ട് മുന്നേ നമ്മളെ പ്രോബ്ലത്തില് സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ മാർക്കോവ് ചെയിൻ കാണാൻ പഠിച്ചപ്പോൾ ഓൾറെഡി അറിയാലോ. ആ പൈ എന്ന് പറയുന്ന റോ മെട്രിക്സ് ആയിരിക്കും ഓരോ റോയിലും ഈ ക്യൂവിന്റെ വരിക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം മാർക്കോവ് ചെയിൻ അല്ല, റെഗുലർ ആയിട്ടുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ് മാർക്കോവ് ചെയിനാണ് ഈ റിസൾട്ട് ശരിയാകുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. കൺസിഡർ എ ഫൈനൈറ്റ്, consider a two-state Markov chain with a transition probability matrix P is equal to 1 minus alpha alpha beta 1 minus beta, where 0 less than alpha beta value 0 kum 1 in edukana. Question: find limit n tend to infinity p raised to n. Find limit n tend to infinity. അതായത് limit n goes to infinity p raised to n equal to q എന്ന് പറയുന്ന റിസൾട്ട്. അതിൽ ക്യൂ എന്തായിരിക്കും പറഞ്ഞത്, ഓരോ റോയും ഈ മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഈ മാർക്കോവ് ചെയിന്റെ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും അതിന്റെ ഓരോ റോയിലും വരുന്നതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഈ ലിമിറ്റ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി പി റൈസ് ടു എൻ കാണാനാണ്, അതായത് ക്യൂ കണ്ടുപിടിക്കാനാണ്. ക്യൂ കാണണമെങ്കിൽ നമുക്ക് എന്താ അറിഞ്ഞാൽ മതി, ഇനി സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. അതില് ആ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ പൈ ആണ് ഓരോ റോയിലും ക്യൂവിന്റെ വരിക എന്നാണ് നമ്മൾ ആ തിയറം പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു പൈ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ പൈ നോട്ട് പൈ വൺ എടുക്കുക. പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ എന്ത് വരും, പൈ നോട്ട് പൈ വൺ 1 മൈനസ് ആൽഫ ആൽഫ beta 1 minus beta equal to pi naught pi 1. Pi naught into 1 minus alpha pi plus pi 1 into beta equal to pi naught alpha into pi naught plus pi 1 into 1 minus beta equal to pi 1. ഇതൊരു ഇനി ഇതിന്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ കണ്ടീഷൻ നമ്മൾ സാധാരണ പറയുന്നത് തന്നെ ആ പൈ നോട്ട് പൈ വൺ സാറ്റ് അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ ഒന്ന് ഒറ്റ ഇക്വേഷൻ ഇതിന് 1 ആയിട്ട് വിചാരിക്കും. അപ്പൊ ഇത് 1 2 ഇത് 3. ഇക്വേഷൻ 2 അല്ലെ ഇക്വേഷൻ 1 നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുന്നത്. ഇക്വേഷൻ 1നെ പൈ നോട്ട് മൈനസ് പൈ നോട്ട് ആൽഫ പ്ലസ് പൈ വൺ ബീറ്റ മൈനസ് പൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാം. മൈനസ് പൈ നോട്ടും ഇത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്, പൈ വൺ ബീറ്റ ഈക്വൽ ടു പൈ നോട്ട് ആൽഫ എന്നാണ് വരിക. പൈ വൺ ബീറ്റ ഈക്വൽ ടു പൈ നോട്ട് ആൽഫ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ ആയിരിക്കും വരിക. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ അത് സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക. ആൽഫ പൈ നോട്ട് പ്ലസ് പൈ വൺ മൈനസ് പൈ വൺ ബീറ്റ മൈനസ് പൈ വൺ ഈക്വൽ ടു 0. അപ്പൊ പൈ വൺ ക്യാൻസൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൽഫ പൈ നോട്ട് ഈക്വൽ ടു പൈ വൺ ബീറ്റ. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടിയ അതേ സംഭവം തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. 1 and 2 ഒരേ ഇക്വേഷനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരേ ഇക്വേഷൻ പൈ വൺ ബീറ്റ ഈക്വൽ ടു പൈ നോട്ട് ആൽഫ. ഈ ഇക്വേഷനും ഇതിന് ഇക്വേഷൻ 4 എടുക്കാം. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള നമ്മളെ മൂന്നാമത്തെ ഇക്വേഷൻ പൈ നോട്ട് പ്ലസ് പൈ വൺ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ കൂടി ചേർന്നാണ് നമ്മൾ പൈ നോട്ട് പൈ വണ്ടെ വാല്യൂ കണ്ടുപിടിക്കരുത്. അപ്പൊ അതിൽ നിന്ന്
പൈ നോട്ട് ഈസ് ഈക്വൽ ടു 1 മൈനസ് പൈ 1 എടുക്കുക. അപ്പം പൈ 1 ബീറ്റ ഈക്വൽ ടു 1 മൈനസ് പൈ 1 ഇൻറ്റു ആൽഫ. പൈ നോട്ടിന് വരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പൈ 1 ബീറ്റ ഈക്വൽ ടു ആൽഫ മൈനസ് പൈ 1 ആൽഫ. ഓക്കെ, പൈ 1നെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. പൈ 1 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ. അതായത് പൈ 1 ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഇതിൽ ഇക്വേഷൻ നമ്പർ 3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ നോട്ടിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എന്നിട്ട്. ഓക്കെ, ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. അങ്ങനെ നമുക്ക് സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ആയ പൈയുടെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് എന്താണ്? പൈ നോട്ട് പൈ 1 ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് അതിന്റെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഇത് കിട്ടിയ ശേഷമാണ് നമ്മൾ ഇനി ലിമിറ്റ് n ടെൻ ടു p n ടെൻ ടു ഇൻഫിനിറ്റി p റൈസ് ടു n എന്ന് പറയുന്നത്. അത് q ആണെന്ന് പറഞ്ഞല്ലോ. q ആയിരിക്കും എന്നാണ് തിയറം. അതിന്റെ ഓരോ റോയും ഈ പൈ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് p ഒരു 2x2 മെട്രിക്സ് ആണല്ലോ. അപ്പോൾ q എന്തായിരിക്കും? 2x2. അപ്പൊ 2 റോ ഉണ്ടാവുള്ളൂ. ആ 2 റോയിൽ ഓരോ റോയും പൈ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെ വരുമ്പോ അതിന്റെ ആ മെട്രിക്സ് എന്താ വരിക? ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. താഴത്തെ എൻട്രി അതേപോലെ പൈ തന്നെ ആയതുകൊണ്ട് ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഡിവൈഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ഈ മെട്രിക്സ് ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അപ്പൊ നമ്മളെടുത്ത് ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി p റൈസ് ടു n കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഗുലർ ആണെന്നും ഫൈനൈറ്റ് സ്റ്റേറ്റ് മാർക്കോ ചെയ്യാന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ കാണുക. എന്നിട്ട് അത് ഉപയോഗിച്ച് ഓരോ റോയിലും പൈ വരുന്ന രീതിയിൽ ആ മെട്രിക്സ് ക്യൂ എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി നമുക്കിതേ പോലുള്ള വേറൊരു പ്രോബ്ലം. കൺസിഡർ a Markov chain. Consider a Markov chain with a transition probability matrix. Consider a Markov chain with a transition probability matrix. P is equal to PQ QP, where 0 less than P less than 1, P plus Q equal to 1. Suppose P of 0 is equal to alpha 1 minus alpha. അതായത് ഇനീഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് P of 0 എന്ന് പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് 1 probability distribution after one step. Another probability distribution after 2 steps. Third question,
പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ infinite number of step. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മെട്രിക്സ് ഏകദേശം ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡലിലുള്ള മെട്രിക്സ് തന്നെയാണ്. 2x2 മെട്രിക്സ് ആണ്. പിന്നെ ഇതിന്റെ വാല്യൂ 0ക്കും 1നും ഇടക്കാണ്. 0 വരുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് റെഗുലർ ആണ്. 2 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എൻ സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴുള്ള മെട്രിക്സ് എന്തായിരിക്കും എന്നുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ പിന്നെ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മള് ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും നോക്കാം എന്താണ് അതിന്റെ വരുന്നതെന്ന്. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ 1 സ്റ്റെപ്പ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? പി എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ n സ്റ്റെപ്പ് അല്ലെ. അപ്പൊ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആഫ്റ്റർ 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് 1 ആണ് കണ്ടത്. പി ഓഫ് 1 എങ്ങനെയാ പി ഓഫ് 0 ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യാ? യെസ്, പി ഓഫ് 0 ഇൻറ്റു പി റേസ് ടു 1 ആണ് പി ഓഫ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഇത് കമ്പ്യൂട്ട് ചെയ്യാ. പി ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽഫ 1 മൈനസ് ആൽഫ into P, one step transition probability PQ QP. ഓക്കെ, അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു പി പ്ലസ് ക്യൂ ഇൻറ്റു 1 മൈനസ് ആൽഫ, പിന്നെ ക്യൂ ആൽഫ പ്ലസ് പി ഇൻറ്റു 1 മൈനസ് ആൽഫ. നെക്സ്റ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ 2 സ്റ്റെപ്പ് എന്നാണ്. അതായത് പി ഓഫ് 2 ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 ഇൻറ്റു പി റേസ് ടു 2 ആണ്. പി ഓഫ് 0 ആൽഫ 1 മൈനസ് ആൽഫ. പി സ്ക്വയർ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് ഇതാണ്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ 2PQ 2PQ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ഇതാണ് ആ മെട്രിക്സ് പി സ്ക്വയർ കിട്ടുക. അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പി ഓഫ് 2 കമ്പ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു 2PQ. അടുത്തത് 2PQ ആൽഫ 1 മൈനസ് ആൽഫ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇതാണ് നമുക്ക് P2 കിട്ടുക. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആഫ്റ്റർ ഇൻഫിനിറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ എന്താ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, ലിമിറ്റ് n ഗോസ് ടു ഇൻഫിനിറ്റി Pn. ഓക്കെ, ഇത് റെഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സിലായിരിക്കും അത് കൺവേർജ് ചെയ്ത് എത്തുന്നത്. ആ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓരോ എൻട്രി എന്തായിരിക്കും, സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ പൈ ആയിരിക്കും ഓരോ റോയിലും വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ ആദ്യം. ഓക്കെ, അപ്പൊ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, പൈ കമ്പ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ 2 സ്റ്റേറ്റിലുണ്ട് പൈ നോട്ട് പൈ 1 ആണ്. പൈ എടുക്കുക, പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പൈ നോട്ട് പൈ 1 പി പി ക്യൂ ക്യൂ പി ഈക്വൽ ടു പൈ. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈ നോട്ട് പൈ 1. അപ്പൊ നമ്മള് ഇക്വേഷൻ ആക്കിയിട്ടൊക്കെ എഴുതി അവസാനം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ക്യൂ പൈ 1 മൈനസ് ഇങ്ങനെ കിട്ടുന്നത് ക്യൂ പൈ 1 പ്ലസ് പി പൈ 2 ഈക്വൽ ടു പൈ 2. ഓക്കെ, അല്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്യൂ പൈ 1 മൈനസ് ക്യൂ പൈ 2 ഈക്വൽ ടു 0.
ക്യൂ ഇൻറ്റു π1 മൈനസ് π2 എന്നുള്ള രീതിയിൽ എഴുതാം. ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നിട്ട് π1 മൈനസ് π2 ഈക്വൽ ടു 0 എന്നായിരിക്കും വരിക. അതായത് π1 ഈക്വൽ ടു π2 എന്ന് കിട്ടും. പിന്നെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ നമുക്ക് ഇതിന്റെ കൂടെ ഉള്ളതാണ് π0 പ്ലസ് π1 ഈക്വൽ ടു 1. അപ്പൊ സമ്മ് 1 ആവണം. π1 π2 ഈക്വൽ ടു π1 ഉം π2 ഈക്വൽ ആയിരിക്കും. ഏതായിരിക്കും π0ന് π1ന്റെ വാല്യൂ? π0 ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y0 ഈക്വൽ ടു 1/2, π1 ഈക്വൽ ടു 1/2. അപ്പൊ ഈ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 1/2 1/2 എന്ന് പറഞ്ഞ റോ മെട്രിക്സ്. ഈ പൈ ആയിരിക്കും ഈ ക്യൂവിന്റെ ഓരോ റോയിലും വേണ്ടത്. 1/2 1/2 ഫസ്റ്റ് റോ, സെയിം റോ തന്നെ സെക്കൻഡ് റോയിലും 1/2 1/2. ഓക്കെ, ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആഫ്റ്റർ n സ്റ്റെപ്പ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം. താങ്ക് യു.